ശബരിമലയിൽ സത്യം തെളിയണ്ടേ സുജയ? തെളിയണമല്ലോ. കാരണം സ്വർണം ചെമ്പായത് എങ്ങനെയാണ്, സത്യത്തെക്കാളും ഈ സ്വർണം ചെമ്പാക്കുന്ന ജാലവിദ്യ എന്താണെന്നൊന്ന് പഠിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എത്ര പെട്ടെന്നാണ് ചെമ്പായി മാറിയത് അല്ലേ, സ്വർണ്ണപ്പാളികൾ ചെമ്പായി മാറി. അപ്പോൾ എറണാകുളം ചിറ്റൂർ സ്വദേശി സെന്തിൽനാഥൻ നമ്മുടെ ഡിബേറ്റ് വിത്ത് സ്മൃതി വരുത്തിക്കാടിലുണ്ടായിരുന്നു. അദ്ദേഹം ഇരുന്ന് എന്താണ് ഈ പ്രോസസ്സ് എന്നും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചതെന്നൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു. അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ വിഷയത്തിൽ എടുത്തു ചോദിക്കാനായിട്ടുള്ളത്. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ, അത് കാലപ്പഴക്കം, തുടർച്ചയായ സ്പർശനം, ഈ കാരണങ്ങളൊക്കെ പറഞ്ഞാണല്ലോ അഴിച്ചെടുത്ത് കൊടുത്തുവിട്ടത്. അപ്പോൾ അങ്ങനെയൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് കൃത്യമായിട്ട് വന്ന് അന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ച വിജയമല്യ നിയോഗിച്ച ആൾ ഇന്ന് വന്ന് പറയുകയാണ്. അപ്പോൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത് അഴിച്ചത്? അഴിച്ചിടം മുതൽ തന്നെ അഴിമതി തുടങ്ങുന്നു എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇത് കൃത്യമായ അഴിമതിയാണെന്നേ. അവിടെ കൃത്യമായി അവിടെ ചില ആളുകളുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അതിപ്പോൾ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും നേരിട്ട് വന്ന് ചെയ്തു എന്നൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. പക്ഷേ അവരൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാതെ അങ്ങ് ഒരാൾക്ക് വന്ന് പെട്ടെന്ന് സ്ക്രൂ അഴിച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമൊന്നും അല്ലല്ലോ ഈ ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത്. അത്രയേറെ പവിത്രതയോടെ ശബരിമല ശ്രീകോവിൽ ഇരിക്കുന്ന സാധനം അഴിച്ചുകൊണ്ട് പോയിട്ട് അത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് പോലും അറിയാത്ത ആളുകളാണ് അവിടെ ഇരുന്നതെങ്കിൽ അവർ ഈ പണിയൊക്കെ നിർത്തി പോകേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വാതിലുകൾ പൂർത്തിയാക്കാനായി ആവശ്യം വന്നത്, നേരത്തെ പറഞ്ഞ 800 ഗ്രാം എന്ന് പറയുന്നത് ഒരു അസംഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഫാക്ച്വലി ഇതുവരെ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല കോടതിയിൽ പോലും. ചില മൊഴികൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും ആ കാര്യത്തിൽ എത്രയാണ് സ്വർണം എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. ഇവിടെ വാതിലുകൾ പൂർത്തിയാക്കാൻ ടു കോട്ട് സെന്തിൽനാഥൻ വാതിലുകൾ പൂർത്തിയാക്കാൻ ആവശ്യം വന്നത് 4 കിലോ സ്വർണ്ണമാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ശബരിമല ശ്രീകോവിലിൽ ഈ വാതിലിനും ദ്വാരപാലക ശില്പത്തിനും ഏകദേശം സമാനമായ ഉയരമാണുള്ളത്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ പൊതിയുന്നതിനും ഏറെക്കുറെ സ്വർണം അത്രയെങ്കിലും പൂർണ്ണമായും സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, അമാൽഗമേഷൻ അങ്ങനെയാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ അത്രയും തന്നെ സ്വർണം ആവശ്യമായി വരും. പക്ഷേ അത്രയും ഉപയോഗിക്കാതെ കൂടുതൽ ചെമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോസസ്സ് പൂർത്തിയാക്കുകയാണോ ചെയ്തത് എന്നതിലും ഒരു വ്യക്തത വരുത്തണം. ഇവിടെ അന്നത്തെ മേൽശാന്തി ആരായിരുന്നു എന്നതുകൂടി ഞാൻ നോക്കി. അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അന്നത്തെ മേൽശാന്തി നാരായണൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വിജയമല്യ ഈ സ്വർണം പൂശുകയല്ല, സ്വർണം പൊതിയുന്ന ജോലി പൂർത്തിയാക്കിയപ്പോൾ അതിന് മുന്നിൽ, ആ ശ്രീകോവിലിന് മുന്നിൽ അന്നുണ്ടായിരുന്ന മേൽശാന്തി നാരായണൻ നമ്പൂതിരിയാണ്. ദൃശ്യങ്ങളടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നാരായണൻ നമ്പൂതിരിയാണ് അന്ന് അവിടെ മേൽശാന്തിയായി ഉണ്ടായിരുന്നത്. ഈ പൊതിഞ്ഞ സ്വർണം എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയുമോ? ഇൻ കേസ് ഈ സ്വർണത്തിന് വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണ് നടന്നതെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ അരുൺ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം സ്വർണത്തെക്കാൾ അവിടെ അയ്യപ്പന് മുന്നിലിരുന്ന ദ്വാരപാലക ശില്പം എന്ന മേന്മ തന്നെയാണ് അതിന്റെ മൂല്യം കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്വർണം പൊതിഞ്ഞ ഭാഗം, ആ പാളി എടുത്തു കഴിഞ്ഞാൽ അത് രാസപ്രക്രിയയിലൂടെ സ്വർണം വേണമെങ്കിൽ വേർതിരിച്ചെടുക്കാം. അത് ഈ സ്വർണത്തോട് അങ്ങനെയുള്ള ഒരു ഗ്രീഡി ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രൊവൈഡഡ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു അത്യാഗ്രഹം തോന്നിയാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് പകരം ചെമ്പുപാളി ഇയാളുടെ കയ്യിൽ കൊടുത്തുവിടാം. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ അഴിച്ചു വെച്ചത് മാറ്റിയതിനു ശേഷം വേറൊരു ചെമ്പുവാളി സമാനമായ ആകൃതിയിൽ നിർമ്മിച്ച് അവിടെ വെച്ച് അത്രയൊക്കെ അതിനുള്ള ഒരു ബുദ്ധി പ്രയോഗിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ മാറ്റിവെച്ച്, കാരണം ഭക്തരെത്താത്ത സമയമാണ്. ഈ യുവതീ പ്രവേശനം കഴിഞ്ഞ് വലിയ പ്രതിഷേധങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് 2019 പുതുവർഷം മുതൽ നമ്മൾ അങ്ങോട്ട് കാണുന്നത്. വനിതാ മതിൽ ഉണ്ടാക്കുന്നതൊക്കെ 2019 ജനുവരി മാസത്തിലാണ്, ജനുവരി 2-ാം തീയതിയാണ്. അതിനുശേഷവും പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ മാർച്ച് മാസം എന്ന് പറഞ്ഞാലും ജൂലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധാരണഗതിയിൽ ഭക്തരധികം പോയിട്ടില്ല എന്നതാണ് 2019 ശബരിമല രേഖകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ 1997 നവംബർ 15 ശബരിമലയുടെ ഈ വാതിലിന്റെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെല്ലാം ഉൾപ്പെടുന്നതിന്റെ ഒരു ക്ലോസ് ചിത്രം, അത് അവിടെ അന്നുണ്ടായിരുന്ന ആളുകൾ തന്നെ എടുത്ത ചിത്രമാണ്. ആ ഒരു ചിത്രം ഞാൻ കാണാനിടയായി. ആ ചിത്രം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ആ സ്വർണം പൊതിയുന്നതിന് മുൻപുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അവിടെ സ്വർണം പൂശൽ നടന്നിട്ടില്ല, സ്വർണം പൊതിയലാണ് നടന്നിരിക്കുന്നത് എന്നത് ആ ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഈ 98, 99 കാലഘട്ടത്തിലെ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ കോടതി രേഖകൾ അനുസരിച്ച് 1.25 കോടി, 1,75 ലക്ഷത്തിലധികം രൂപ ചെലവിട്ടുകൊണ്ടാണ് വിജയമല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. അതിന് 31.2528 കിലോ സ്വർണം, 22 ഗേജിലുള്ള 1904 കിലോ ചെമ്പുപാളി, ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ക്ഷേത്ര ശ്രീകോവിലിന്റെ മേൽക്കൂരയും പ്രധാന വാതിലും ഇരുവശത്തുമുള്ള ചിത്രത്തകിടുകളും ചുറ്റുമുള്ള തൂണുകൾ, 3 കലശങ്ങൾ, 4 വശങ്ങളിലുള്ള ആനയുടെ രൂപം കൊത്തിയ തകിട്, 2 ദ്വാരപാലക ശില്പങ്ങൾ. ഈ ദ്വാരപാലക ശില്പം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ പിന്നീട് സ്വർണം പെയിന്റ് ചെയ്തു എന്ന് പറയുന്ന വാദം നിൽക്കില്ല. ഇനി ഉപയോഗിച്ചത് ഈ പറയുന്ന 24 കാരറ്റ് സ്വർണം തന്നെയാണ്. അതും ഈ രേഖകളിലെല്ലാം പറയുന്നുണ്ട്. അത് കോടതിക്ക് മുന്നിലും ആരും ഇതുവരെ എതിർത്തിട്ടില്ല.
സ്വർണ്ണമല്ല, അവിടെ ചെമ്പായിരുന്നു, അല്ലെങ്കിൽ ചെമ്പിന്മേൽ സ്വർണ്ണം പൂശുകയായിരുന്നു എന്നാരും ഇതുവരെ എതിർത്തിട്ടില്ല. ഒരു രേഖയും കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല. 98-ൽ തന്നെ കോടതിയിൽ ഈ കാര്യങ്ങൾ എത്ര തുക ചെലവായി എന്ന ചോദ്യം അന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. അന്നത്തെ കോടതി രേഖകൾ 1998-ലെ ഹൈക്കോടതി ഡോക്യുമെന്റ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ 24 ക്യാരറ്റ് ഗോൾഡ് തന്നെയാണ് അവിടെ ക്ലാഡ് ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഈ നേരത്തെ കോട്ട് ചെയ്ത JNR ജ്വല്ലറിയിലെ നാഗരാജൻ, ആ നാഗരാജന്റെ നേതൃത്വത്തിൽ 3.5 മാസം കൊണ്ട് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് ഈ ക്ലാഡിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിന് ഈ വേറൊരു ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോവുകയോ മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതും അവിടെ വ്യക്തമാണ്. അപ്പോൾ സന്നിധാനത്ത് ഒട്ടകത്തോലിൽ അടിച്ചു പരത്തി മെർക്കുറി ഉപയോഗിച്ച് ഒട്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതിന് പകരം പെയിന്റ് അടിച്ചതാണ്, ഞാനത് ചെന്നൈയിൽ കൊണ്ടുപോയി വീണ്ടും പെയിന്റ് അടിപ്പിക്കുകയാണ്, അത് സ്വർണം പൂശുകയാണ് എന്ന് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ എന്നുള്ളതും ക്ലിയറാണ്. ഇവിടെ കന്നിമൂല ഗണപതിക്ക് 2009-ലാണ് ഈ സ്വർണം പൊതിയുന്നത്. ഉപദേവതാ ക്ഷേത്രങ്ങൾ കന്നിമൂല ഗണപതിയുണ്ട്, അതുപോലെ തന്നെ നാഗരാജാവുണ്ട്, മാളികപ്പുറമുണ്ട്. അവിടെയൊക്കെ സ്വർണം പൊതിയുന്നത് 2009-ലാണ്. അതിന്റെ സ്പോൺസർ ആരാണ് എന്നതുകൂടി അവരെയും കൂടി നമുക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ അവരൊക്കെ വന്ന് വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചെന്നൈയിലെ കുമരൻ സിൽക്സിലെ കുമാറാണ് ആ ഉപദേവതാ ക്ഷേത്രങ്ങൾക്കെല്ലാം സ്വർണം പൊതിയുന്ന ജോലികൾ നിർവഹിച്ചത്. അത് ചെയ്തത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ്, ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ സ്വർണം പൊതിയുന്ന ജോലികൾ ചെയ്യുന്നത്. അവിടെ എന്താണ് ചെയ്തത്? സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത പാളികളാക്കി സന്നിധാനത്ത് കൊണ്ടുവന്നു, അതായത് ഉപദേവതാ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ പൊതിയുകയാണ്. അപ്പോഴും ഈ 2009-ൽ പൊതിഞ്ഞതിനൊന്നും ഇതുവരെ ഒരു തേയ്മാനവും വന്നിട്ടില്ല, അവിടെയും ഒരു കാലപ്പഴക്കവും വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശബരിമലയിലെ പ്രധാന ശ്രീകോവിലിന്റെ വാതിലിനും ദ്വാരപാലക ശില്പങ്ങൾക്ക് മാത്രം ഈ തേയ്മാനം വരുന്നത്, കാലപ്പഴക്കം വരുന്നത്? 2009-ൽ ഈ കുമരൻ സിൽക്സിന്റെ സ്പോൺസർ ചെയ്ത കാര്യങ്ങൾക്ക് തിരിച്ചു കൊടുത്തു വിടുന്നില്ലല്ലോ, കുമാറിന് കൊടുത്തു വിടുന്നില്ലല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം കൊടുത്തു വിടുന്നത് എന്താണ്? ഇനി അടുത്തത് പഞ്ചലോഹം വെച്ചാണ് 18-ാം പടി 2015-ൽ പൊതിഞ്ഞത്, അവിടെയും തേയ്മാനമില്ല. ഏറ്റവും കൂടുതൽ ഭക്തർ ചവിട്ടി കയറുന്നത് 18-ാം പടി വഴിയാണല്ലോ, അപ്പോൾ അവിടെയും അഴിച്ചുകൊണ്ട് പോകുന്നില്ല. ആകെ അഴിക്കുന്നത് ദ്വാരപാലക ശില്പവും വാതിലും മാത്രമാണ്. ഈ SM എന്റർപ്രൈസസിലെ വിനയകുമാറാണ് ഈ 18-ാം പടിയുടെ സ്പോൺസർ എന്ന് പറയുന്നത്. വിനയകുമാറിനെയും വിളിപ്പിക്കുന്നില്ല. കൊടിമരം 2017-ൽ സ്വർണം പൊതിയുന്നു, അവിടെ 3,21 ലക്ഷം രൂപയാണ് അതിന് ചെലവായത്. അതിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഹൈദരാബാദ് ഫീനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. 2019-ലാണ് ഈ മാർച്ച് 11-ൽ പുതിയ വാതിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വാതിൽ സ്പോൺസേഴ്സ് ആയിട്ട് വരുന്നത് ഈ വാസുദേവൻ. നേരത്തെ സ്മൃതി മാഡം സൂചിപ്പിച്ചത് കൃത്യമാണ്. പള്ളിക്കത്തോട് CK കൺസ്ട്രക്ഷൻസിന്റെ ഉടമയാണ് ഈ പറയുന്ന വാസുദേവൻ എന്ന് പറയുന്നയാൾ. അയാൾ ഇക്കാര്യത്തിലെ ഒരു കൂട്ടുകച്ചവടക്കാരനാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശുന്ന കാര്യമൊക്കെ അവിടെ ചെയ്തത്. അപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞ ഒരു വിശദീകരണമുണ്ട്, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ദേവസ്വം ബോർഡിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. PS പ്രശാന്ത് പഴയ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് തന്നെ മറുപടി പറയേണ്ട ഒരു കാര്യം അവിടെ നിൽക്കുന്നത്. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പഴയ വാതിൽ മാറ്റി പുതിയ വാതിൽ സ്ഥാപിച്ചു എന്നാണ് അന്നത്തെ രേഖകളിൽ. ആ രേഖകൾ കാണാതെ പോയോ ഇപ്പോൾ എന്ന് എനിക്കറിയില്ല. എന്തായാലും അന്നത്തെ രേഖകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പഴയ വാതിൽ ദേവസ്വം ബോർഡ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പഴയ സ്വർണം പൊതിഞ്ഞ വാതിലാണ്. ആ വാതിൽ എവിടെ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് ദേവസ്വം ബോർഡ് കണ്ടെത്തണം. അത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അത് ചോദിക്കാൻ കഴിയുകയുള്ളൂ. കാരണം എവിടെയാണ് എന്നുള്ളത് ചോദിക്കേണ്ട ഉത്തരവാദിത്തം PS പ്രശാന്തിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെയും ചോദ്യങ്ങൾ ബാക്കിയാണ്. വാതിലിന് തകരാറുണ്ട് എന്ന് പരിശോധന നടത്തിയത് ആരാണ്? അത് ഇതുവരെയും പറയുന്നില്ലല്ലോ. ആരാണ് ഈ തകരാർ മാർച്ചിലും ജൂലൈയിലും കണ്ടെത്തിയത്? ഈ 2 സ്ഥലങ്ങളിൽ മാത്രം, സോ കോൾഡ് ശ്രീകോവിലും അതുപോലെ ദ്വാരപാലക ശില്പത്തിന് മാത്രം തകരാർ വന്നത് എങ്ങനെയാണ് എന്നതറിയണം. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനോട് സന്നദ്ധത അറിയിക്കുകയായിരുന്നു, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തുകയായിരുന്നു? ആ ചോദ്യത്തിനും മറുപടി തരണം. ഈ പറയുന്ന പാളികൾ അഴിച്ച് കൈമാറി പാളികൾ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു എന്നതിനപ്പുറം ആ പാളികൾ അഴിക്കാനെടുത്ത തീരുമാനം മുതൽ തന്നെ തുടങ്ങുന്നുണ്ട്. ഒന്നുകിൽ അത് അഴിക്കുന്നതിന് മുൻപ് തന്നെ ഈ കള്ളത്തരം അവിടെ നടന്നിട്ടുണ്ട്, അപ്പോൾ വാതിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് അന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ പ്രസിഡന്റ് ഇന്നത് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 2019 എന്തായാലും പറഞ്ഞത് ഞങ്ങളത് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ മാറ്റി വെച്ചിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളതൊന്ന് പ്രദർശിപ്പിക്കാൻ തയ്യാറാകണം എന്നത് മാത്രമാണ് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ്. Meet the editors.